വിചാരിച്ചിട്ട് അവര് പൈസ തന്നൊന്നും വിചാരിച്ചിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടൂല. ഇവര് പൈസ തന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കടുവനെ കൊല്ലണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് പ്രതിഷേധിക്കും ഞങ്ങൾക്ക് പ്രതിഷേധിക്കണം. ഈ കടുവനെ കൊല്ലുന്ന വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കടുവനെ കൊല്ലണം. ഇവരിതിന് മയക്കുമരുന്ന് വെച്ച് ഇവിടുന്ന് കൊണ്ട് പോയാലും അവിടെ വേറെ കൊണ്ട് വിട്ടാലും പിന്നെ ഒരു മനുഷ്യന്റെ ജീവൻ ഇത് എടുക്കുന്നുണ്ട്. അതിന് ഇതിനെ കൊന്നല്ലാണ്ട് ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങൾ വിടൂല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ കടുവനെ കൊല്ലണം. ചിലപ്പോൾ ഞങ്ങൾ വിടൂല. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം. ഞങ്ങൾ ഒരു അന്നത്തിന് വേണ്ടി ഞങ്ങൾക്ക് രാവിലെ പണിക്ക് പോകണം. ഞങ്ങൾക്ക് പണിക്ക് പോകാണ്ട് സർക്കാർ ആരും ഒന്നും തരൂല. ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പകുതി സാധനങ്ങൾ ഇപ്പൊ ഇല്ല. ഞങ്ങൾ അധ്വാനിച്ച് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലാണ്ട് സർക്കാരൊന്നും തരുന്നില്ല. അപ്പൊ ഇത് നിലനിർത്താൻ ഞങ്ങൾ ഈ സമരത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. കടുവനെ പിടിച്ച് കൊല്ലുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അത് തിരിച്ചു കിട്ടുവോ? അത് ആ 12 ലക്ഷത്തിലൊക്കെ ഇതാവോ? ഒരു കോടികൾ തന്നാലും ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാൽ അത് പൊലിഞ്ഞത് തന്നെയാണ്. അതാണ് ഇവർ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നരഭോജിയായ കടുവയെ കൊല്ലണം. കൊല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ വിടൂല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. മനുഷ്യജീവന് ഞങ്ങളുടെ സ്വന്തം രാജാജിയെ കടുവയെ കൊണ്ട് കൊന്നില്ലേ? കടുവയെ കൊണ്ട് കൊല്ലിച്ചില്ലേ? ഓർത്തോളൂ. ഞങ്ങളുടെ ജീവൻ പൊടിഞ്ഞാലും ഈ സമരം തീരില്ല. ഓർത്ത് കളിച്ചോ ഫോറസ്റ്റ്, ഓർത്ത് കളിച്ചോ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളുടെ ജീവന് പൊള്ളുകയെങ്കിൽ ഈ സമരം തീർക്കില്ല. ജനകീയ മുന്നണി സിന്ദാബാദ്. ഓർത്തോളൂ. ഈ സമരം തീരില്ല. ജനകീയ മുന്നണി സിന്ദാബാദ്. ഞങ്ങളുടെ സ്വന്തം രാജാജിയെ കടുവയെ കൊണ്ട് കൊല്ലിച്ചിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സമരം തീർക്കില്ല. ജനകീയ മുന്നണി സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ഹിന്ദി സമരം സൂചന മാത്രം. നാളെ സമരം മാളിപ്പടരോ. വയനാട് ഞങ്ങൾ സ്തംഭിപ്പിക്കോ. സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ